അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസുൽ ഗഫാർ മുകവ്വിറുൽ ലൈലി അലൻ നഹാർ. ഖസ്സന ബിഅഅ്ളമി കിതാബിൻ ഉൻസിൽ വശറഫന بأكرم رسول بعث وفضلنا بخير شريعة شريعت. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഒത്തൊരുമിച്ച് ചേർന്നതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിനുതകുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലയിൽ ഇറങ്ങിപ്പോകുന്ന തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഇൽമുമായി ബന്ധപ്പെട്ട് ഏത് ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. സാധാരണയായി നമ്മളൊരു വിഷയം പല വിഷയങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ സാധാരണ ഒരൊഴുക്കിൽ മട്ടത്തിൽ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്, വിഷയങ്ങൾ. എന്നാൽ തീരെ അവഗണിച്ച് കളയുന്ന, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട കുറേ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും അവഗണിച്ച് കളയാറുണ്ട്. എന്നാൽ പൂർവസൂരികളായ പണ്ഡിതന്മാരൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യവും അതിനുവേണ്ടി എന്തും സഹിക്കാനും അവർ തയ്യാറായിരുന്നു. മഹാനായ ഇബ്നു മുബാറക് റഹിമഹുല്ല, എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തോട് ഇന്ന് നിങ്ങൾക്ക് മരണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള വിവരം കിട്ടിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? ഞാൻ ഇൽമിൻ്റെ സദസ്സിലേക്ക് പോകും പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇൽമ് അന്വേഷിച്ച് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിന് അർഹരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നുകൊണ്ടും ഇവിടെ വന്നുകൊണ്ടും ഒക്കെ എല്ലാ ദിവസവും പഠിക്കുന്ന ആളുകളാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഇത്തരം വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അൽ ഖസീദത്തുൽ ലാമിയ്യ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ആ ഏകദേശം 16 വരി മാത്രമുള്ള ആ കൊച്ചു പുസ്തകമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 16 കവിതകളാണ്, 16 ബൈത്തുകളാണ്. ഞാനിത് മുഴുവൻ എടുക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷേ നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് ഒരു സാധാരണക്കാരായ ആളുകൾക്കല്ലല്ലോ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് 2 ലൈൻ മാത്രമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ 2 ലൈൻ എല്ലാവരും കാണാതെ പഠിക്കും വേണം. നിങ്ങളടുത്തൊക്കെ ഈ പുസ്തകം ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ ആ 16 ലൈന് നിങ്ങളടുത്തുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ വിഷയം പറയാൻ ഒരുപാട് ഷറഹുകൾ നോക്കിയിട്ടുണ്ടെങ്കിലും
എനിക്ക് നന്നായി തോന്നിയതും വേഗത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്നതുമായ പുസ്തകമായി തോന്നിയത് അബ്ദുൽ കരീം ബിനു അബ്ദുല്ലാഹിൽ ഖുലൈർ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, അദ്ദേഹത്തിൻ്റെ ഷറഹാണ്. അതാണ് ഞാനിതിൻ്റെ പ്രധാനമായും അവലംബിച്ചിട്ടുള്ളത്. അബ്ദുൽ കരീം ബിനു അബ്ദുല്ലാഹിൽ ഖുലൈർ ഒരുപാട് ലേഖനങ്ങളായും പുസ്തകങ്ങളായും അതുപോലെ ക്ലാസ്സുകളായും ദർസുകളായും ഒക്കെ ധാരാളം യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ വീഡിയോ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്, പക്ഷേ വീഡിയോ ആയിട്ട് ക്ലാസ്സുകൾ ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഈ പുസ്തകം നെറ്റിലൊക്കെ അടിച്ചാൽ അതിൻ്റെ PDF കിട്ടും. ഇത് വേഗത്തിൽ വായിച്ചു പോകാവുന്ന പുസ്തകങ്ങൾ. വേറെ കുറേ ഷറഹുകൾ നോക്കിയിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ വരി എന്താണ്? യാ സായിലി അൻ മദ്ഹബി വ അഖീദത്തി, യാ സായിലി അൻ മദ്ഹബി വ അഖീദത്തി റുസിഖൽ ഹുദാ. അതിൻ്റെ നേരെ തൊട്ടടുത്തുള്ള എന്താണ്? റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായത്തി യസ്അലു. ഇപ്പം തന്നെ പഠിച്ചില്ലേ അല്ലേ? ഇപ്പം തന്നെ ഇതിൽ പഠിച്ചില്ലേ? ഈ കവിതകൾ ഇപ്പോൾ നമുക്കറിയാം, മിക്കവാറും ഉസൂലുകളൊക്കെ അല്ലെങ്കിൽ മറ്റ് ഫുറൂകളുമൊക്കെ തന്നെ കവിതകളാക്കി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തിയിട്ടുണ്ട് മിക്ക പുസ്തകങ്ങളും. അതുകൊണ്ട് നമുക്ക് ഇത് കവിത എന്ന് പറയുന്നതിനുപരി പദ്യമായിട്ട് നമുക്ക് എപ്പോഴും ചൊല്ലി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യാ സായിലി അൻ മദ്ഹബി വ അഖീദത്തി ഒന്ന് പറഞ്ഞു നോക്കി. യാ സായിലി അൻ മദ്ഹബി വ അഖീദത്തി അല്ലേ? പിന്നെന്താണ്? റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായത്തി യസ്അലു അല്ലേ? യസ്അലു. അത് വായിക്കുമ്പോൾ തന്നെ വ്യക്തമായിരിക്കും എന്തായാലും പറഞ്ഞത്. വളരെ സിമ്പിളാണ് അല്ലേ? രണ്ടാമത്തെ വരി എന്താണ്? ഇസ്മ കലാമ മുഹഖിഖിൻ ഫി ഖൗലിഹി, ഇസ്മ കലാമ മുഹഖിഖിൻ ഫി ഖൗലിഹി ലാ യൻസനി അൻഹു അല്ലേ? ലാ യൻസനി അൻഹു വലാ യതബദ്ദലു. നല്ല രസമുണ്ട് കേൾക്കാൻ അല്ലേ? പാട്ട് പാടാൻ കഴിയുന്ന ആൾക്കാർക്ക് ഉഷാറായി പാടാൻ പറ്റുന്ന ലൈനാണ് ഇതൊക്കെ. ഈ 16 വരിയും നമ്മൾ ഹിഫ്ളാക്കണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയം അൽ ഖസീദത്തുൽ ലാമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ഈ കൊച്ചു പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ 16 വരികളുള്ള പുസ്തകമാണ് പഠിക്കുന്നത്. ഇവിടെ ഏതൊരു പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും അതിൻ്റെ ഓദർ ആരാ നോക്കണം. ഏതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴും അത് എഴുതിയത് ആരാണ് നോക്കണം. എന്നാലേ അത് വായിക്കുമ്പോൾ അതിൻ്റെ ഫായിദ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. ഒരു പുസ്തകം കണ്ടാൽ ആദ്യം ആരാ നോക്കേണ്ടത്? അതാരാ എഴുതിയത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അതിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ലാമിയ എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ? ശരിക്കും ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഷെയ്ഖെ വിളിക്കലില്ലേ? എന്താ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ? ശരിക്കും ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാർക്ക് പറയും, പ്രായമുള്ള ആൾക്കാർക്ക് പറയും അല്ലേ? ആ അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് കേൾക്കണില്ലേ? പിന്നെ രാജ്യത്തെ ഭരണാധികാരികളെ നമ്മൾ ഷെയ്ഖ് എന്ന് പറയും. രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ ഷെയ്ഖ് എന്ന് പറയും. വിദേശങ്ങളിലൊക്കെ ഷെയ്ഖ് എന്ന് പറയും. എന്നാൽ മുസ്ലിമിന് വേണ്ടി, ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്ത ആൾക്കാരെയും ആ ശ്രേഷ്ഠമായ കർമ്മം നിർവഹിച്ചത് കാരണത്താൽ അവർക്കും ഷെയ്ഖ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ 3 രീതിയിലാണ് കാര്യമായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്. വേറെ രീതിയിലും ചില ഗ്രന്ഥങ്ങളിലൊക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. എല്ലാവരും ഷെയ്ഖ് എന്ന് വിളിക്കും അല്ലേ? പ്രായ ആൾക്കാരെയും യുവാക്കളെയും എല്ലാവരും ഷെയ്ഖ് എന്ന് വിളിക്കും.
വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ ഇത് ചില ഹദീസിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞത്, ചിലപ്പോൾ ഈ ഷെയ്ഖ് എന്നത് ഒരു ഹദീസിൻ്റെ തെളിവ് പിടിച്ചുകൊണ്ട് ഷെയ്ഖ് എന്ന് വിളിക്കാറുണ്ട്. ഏതാണ് ഹദീസ്? മൻ ശാബ ശൈബത്തൻ ഫിൽ ഇസ്ലാമി കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ. കേട്ട് പരിചയമുള്ള ഒരു ഹദീസാണ് അല്ലേ? ഇസ്ലാമിലായിക്കൊണ്ട് അതിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് നരച്ച ആളുകൾ, അവർ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർക്ക് അത് പ്രകാശമായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് എന്ന് വിളിക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്ത 1634 ഹദീസാണ് ഈ പറഞ്ഞത് കേട്ടോ. പിന്നെ പലരെയും ഉദ്ദേശിച്ച് ഈ ഷെയ്ഖ് എന്നുള്ള പേര് പറയാറുണ്ട്. പല ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ട് ഷെയ്ഖ് എന്നുള്ള പേര് പറയാറുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ലയെ ഷെയ്ഖ് എന്ന് പറയാറുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ അല്ലേ? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലയെ ഷെയ്ഖ് എന്ന് പറയാറുണ്ട്. എന്നാൽ പൊതുവായി പറയുമ്പോൾ ആരാണ് പറയുക? പൊതുവായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം അസാനി റഹിമഹുല്ലയെയും ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയാറുണ്ട്. ഇബ്നുൽ ഖയ്യിം അല്ലേ? ഷെയ്ഖുൽ ഇസ്ലാം അസാനി, രണ്ടാമത്തെ ഷെയ്ഖുൽ ഇസ്ലാമാണ് എന്ന് പറയാറുണ്ട്. അവർക്കൊക്കെ ഈ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ പൂർണ്ണമായ നാമം എന്താണ്? കുറേ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു വലിയ പേരല്ലാത്ത രീതിയിലുള്ളൊരു പേര് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി: ഷെയ്ഖുൽ ഇസ്ലാം തഖിയുദ്ദീൻ, ഷെയ്ഖുൽ ഇസ്ലാം തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നി അബ്ദുസ്സലാം ഇബ്നി തൈമിയ അൽ ഹറാനി. ഇതിൽ അഹ്മദ് എന്നുള്ള പേര് ആണ് ശരിക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പേര്. അത് ഉമ്മയും വാപ്പിയിട്ട പേരാണ്. ഉമ്മയും വാപ്പിയിട്ട പേരെന്താണ്? അഹ്മദ് അല്ലേ? പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര് എന്താണ്? ഉപ്പാൻ്റെ പേര് അബ്ദുൽ ഹലീം, അതാണ് ഉപ്പാൻ്റെ പേര്. അദ്ദേഹം അറിയപ്പെടുന്ന പേര്, അദ്ദേഹം മഷൂറായ പേര് എന്താണ്? ഇബ്നു തൈമിയ എന്നാണ് പേര്. ഇബ്നു തൈമിയ എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത് അല്ലേ? ശരിക്ക് ഈ തൈമിയ എന്നുള്ള പേരിനെ കുറിച്ച് പറഞ്ഞത് അവരുടെ കബീലയിൽപ്പെട്ട ഒരു വല്യമ്മ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. തൈമിയ എന്ന് പറഞ്ഞ വല്യമ്മ, ആ വല്യമ്മ ഒരു വാഇളത്തായിരുന്നു, ഒരു പ്രബോധകയായിരുന്നു, ഒരു ഉപദേശക ആയിരുന്നു, ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരു നല്ല ഒരു വനിതയായിരുന്നു. അതുകൊണ്ടാണ് ആ പേര്, അവർക്കുള്ള പേര് കൂടുതൽ ചേർത്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരുടെ ആ കബീലിൽപ്പെട്ട വേറെ ആളുകളാണെന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇതാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ പേരിൻ്റെ കൂടെ അൽ ഹറാനി എന്ന് പറയുന്നില്ലേ, അത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. എവിടെ? ജസീറയിലുള്ള ഒരു സ്ഥലമാണ് ശരിക്കത് അൽ ഹറാനി എന്ന് പറഞ്ഞത്. ഹിജ്റ
661 അദ്ദേഹം ജനിച്ചത്. ഹിജ്റ 661. മരണോ 728. അപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? 728. എന്നിട്ട് എത്ര വയസ്സായി? എത്ര വയസ്സ് വരെ ജീവിച്ചു? എത്ര? 61. ഹിജ്റ 661 ജനിച്ചു, 728 മരിച്ചു. റബീഉൽ അവ്വൽ മാസത്തിലാണ്, ഈ മാസത്തിലാണ് ജനിച്ചത്. 10-ാം തീയതി റബീഉൽ അവ്വൽ 10-നാണ്. 67 അല്ലേ? അത്രയും വയസ്സ് മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്ക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരിൽ വളരെ പ്രഗത്ഭരായ ആളുകളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 2 തരം ശിഷ്യന്മാരാണ് അധികം ആൾക്കാർക്ക് ഉണ്ടാവുക. ഒന്ന് ആമായിട്ടുള്ള പൊതുവായിട്ടുള്ള, ഇപ്പം നിങ്ങളൊക്കെ ക്ലാസ് എടുക്കാൻ പോകും, അവിടെയൊക്കെ നിങ്ങളെ ക്ലാസ് കേട്ടാൽ അവർ നിങ്ങളെ ശിഷ്യന്മാരായി അല്ലേ? അങ്ങനെയുള്ള ആമത്തുന്നാസ് ഉണ്ടാവില്ലേ, പൊതുവായിട്ട് നമ്മൾ കേൾക്കുന്ന പൊതുജനങ്ങൾ, അങ്ങനെയുള്ള ശിഷ്യന്മാർ ധാരാളക്കണക്കിന് അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഖാസായിട്ടുള്ള പ്രത്യേകമായ വിദ്യാർത്ഥികളും അദ്ദേഹത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ ദർസിൽ വന്ന് കുത്തിയിരുന്ന് പഠിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നോട്ട് ചെയ്ത് ഒക്കെ എഴുതിയെടുത്ത് പഠിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആളുകളായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പേര് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 1-2 ആൾക്കാരുടെ പേര് പറയാണ്. ഒന്ന് ശംസുദ്ദീൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ, അദ്ദേഹമാണ് ശംസുദ്ദീൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. ശംസുദ്ദീൻ ദഹബി, ഇമാം ദഹബി അറിയില്ലേ, വളരെ മഷഹൂറാണ്. സിയറു അലാമുൻ നുബലാ പോലെയുള്ള വലിയ വോള്യങ്ങളുള്ള ഗ്രന്ഥം രചിച്ച ആളാണ് ആര്? ദഹബി. അതുപോലെ തന്നെ മുഫസ്സിർ ഇബ്നു കസീർ, ഇസ്മായിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അല്ലേ, അദ്ദേഹവും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ ശിഷ്യന്മാരിൽ പ്രധാനികളാണ്. വേറെ ധാരാളം ശിഷ്യന്മാരുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ 17-ാം വയസ്സിൽ ഗ്രന്ഥം രചന ആരംഭിച്ചിരിക്കുന്നു. 17-ാമത്തെ വയസ്സിൽ. അൽ അഖീദത്തുൽ വാസിത്തിയ്യ, നിങ്ങളെല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ. അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറഞ്ഞ ഗ്രന്ഥം ചെറിയ കൊച്ചു ഗ്രന്ഥമാണ്. അത് ഒരുപാട് ശറഹുകൾ ആളുകൾ എഴുതിയ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ അൽ ഫത്വ അൽ ഹമവിയ്യ, അൽ റിസാലത്തു തദ്മീരിയ്യ, ഒരുപാട് വേറെ കുറേ ഗ്രന്ഥങ്ങൾ, റഫുൽ മല പോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനായി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൊച്ചു പേജ് എന്ന് പറഞ്ഞാൽ 16 ബെയ്ത്ത് മാത്രമുള്ള ആ ഗ്രന്ഥത്തിന് തന്നെ ഒരുപാട് ശറഹ് എഴുതിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ പുസ്തകങ്ങളും അധികവും വിശ്വാസികളുടെ ആ വിശ്വാസം സ്ഥിരപ്പെടുത്താൻ പോന്നതായിരുന്നു. ഒരു വിശ്വാസിക്ക് വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള ഗ്രന്ഥങ്ങളാണ് അധികവും. 4 മദ്ഹബുകളുടെ ഇമാമുകളുടെയും അവരുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഹൃദിസ്ഥമാക്കി. മാത്രമല്ല അത് ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അതൊക്കെ ഹിഫ്ളാക്കി അതുപോലെ അത് പ്രചരിപ്പിക്കുവാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അത് സ്ഥിരപ്പെടുത്താനും ശ്രമിച്ചു. എന്നാൽ ഹംബലി ഉസൂലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലായി പ്രയോഗിച്ചിരുന്നത്. ഹംബലി, മാലിക്കി, ഹനഫി അല്ലേ, അവരുടെയൊക്കെ മദ്ഹബ് പഠിച്ചിരുന്നു. എന്നാൽ ഹംബലി മദ്ഹബാണ് കൂടുതൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിരുന്നത്. ആദ്യമായി അദ്ദേഹം ജയിലിലടക്കപ്പെടുന്നത് 32-ാമത്തെ വയസ്സിലാണ്. 32-ാമത്തെ വയസ്സിലാണ് ആദ്യമായി ജയിലിലടക്കപ്പെടുന്നത്.
ഹിജ്റ 693. ഒരുപാട് പ്രാവശ്യം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം തന്നെ ജയിലിൽ വെച്ചായിരുന്നു. മരണം തന്നെ ജയിലിൽ വെച്ചായിരുന്നു. അവസാനം മരിക്കുമ്പോൾ ഹിജ്റ 726 മരിക്കുമ്പോഴും അദ്ദേഹം ജയിലിലായിരുന്നു. എന്തിനാണ് ജയിലിൽ പോയത്? യഥാർത്ഥത്തിൽ അശ്അരിയാക്കൾ കേട്ടിട്ടില്ലേ? അശ്അരിയാക്കളും അതുപോലെ തന്നെ ഇൽമുൽ കലാമിൻ്റെ ആൾക്കാർ, സൂഫികൾ, അവരൊക്കെ ആയിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശത്രുക്കളായി ഉണ്ടായിരുന്നത്, ഇൽമിയായ ശത്രുക്കൾ. മനസ്സിലായോ? ഇൽമുൽ കലാം, അശ്അരി, ഇതിൻ്റെയൊക്കെ ആൾക്കാരായിരുന്നു ഇതിൻ്റെ ശത്രുക്കൾ. ഏതെങ്കിലും ഒരു വിഷയം ചോദിച്ചാൽ ആ വിഷയത്തിന് അദ്ദേഹം ഉത്തരം പറയുമ്പോൾ ആ വിഷയത്തിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉള്ളതെന്ന് കരുതും. മനസ്സിലായോ? ഏത് വിഷയം ചോദിച്ചാലും ആ വിഷയത്തെക്കുറിച്ച് ഗഹനമായി പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ ചോദിക്കണ ഏത് വിഷയം ആ വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് തോന്നിപ്പോവും. അത്രയും ആഴത്തിലും ഗഹനമായുമാണ് അദ്ദേഹം അത് വിശദീകരിച്ചിരുന്നത്. 4 മദ്ഹബിൻ്റെയും അഭിപ്രായങ്ങൾ അദ്ദേഹം ഹിഫ്ളാക്കി. 9ാമത്തെ വയസ്സിൽ, അതിനു മുമ്പേ ഹാഫിളായിട്ടുണ്ട്. 9 വയസ്സിന് മുമ്പേ ഹാഫിളായി. ഇന്ന് നമ്മളെ നാട്ടിലില്ലാത്തൊരു കാര്യമാണത്. എല്ലാ നാട്ടിലും അവർ ആദ്യം ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കും, എന്നിട്ടാണ് ബാക്കിയുള്ള ഇൽമുകളൊക്കെ പഠിക്കാറുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിനോടൊപ്പമായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ കൈൻ്റെ പരമാവധി ഹിഫ്ളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. 200-ലധികം പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഇൽമു പഠിച്ചു. 200-ലധികം പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന്, മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന്, താത്വികരും സാത്വികരും ഒക്കെ ആയിരുന്ന പണ്ഡിതന്മാരിൽ നിന്ന്, 200-ലധികം പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഇൽമു പഠിച്ചു. ഏതൊക്കെ ഇൽമുകളാണ് കരസ്ഥമാക്കിയത്? ഖുർആൻ, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, അതുപോലെ തന്നെ ലുഗ, അറബി ഭാഷയിലുള്ള പ്രാവീണ്യം വലുതായിരുന്നു. അറബി ഭാഷയിലുള്ള, അറബി ഭാഷ മാത്രമല്ല വേറെ ഭാഷയും പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഇബ്രു ഭാഷ, അതുപോലെ തന്നെ തുർക്കി ഭാഷ, അതുപോലെ ലാറ്റിൻ ഭാഷയും പഠിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു അതൊക്കെ പഠിച്ചത്? ഇബ്രു ഭാഷ പഠിക്കാൻ കാരണം തൗറാത്തും ഇഞ്ചീലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചിരുന്നത്. തൗറാത്തും ഇഞ്ചീലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു വലിയ പ്രാഗൽഭ്യമുള്ള പ്രതിഭയാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അതിന് പിതാവിൻ്റെ പേരെന്തേന്ന് പറഞ്ഞേ? പിതാവിൻ്റെ പേരെന്ത് പറഞ്ഞേ? അബ്ദുൽ ഹലീം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരെന്താ പറഞ്ഞേ? അഹ്മദ് അല്ലേ? വിളിപ്പേരെന്തേനു? ഇബ്നു തൈമിയ്യ. എവിടെയാണ് ജനിച്ചത്? ഹറാനി അല്ലേ? മനപ്പാടമാക്കുന്നതിനുള്ള കഴിവ് അപാരമാണ്. വലിയ കഴിവായിരുന്നു മനപ്പാടമാക്കാൻ. അതിനെക്കുറിച്ച് എഴുതിയ ആൾക്കാർ പറഞ്ഞെന്താണറിയോ? സുലൈമാൻ നബിക്ക് ഇരുമ്പ് കീഴ്പ്പെടുത്തി കൊടുത്തതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഇരുമ്പ്, മറ്റാൾക്ക് കാറ്റാണ്, കാറ്റ് അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാറ്റ് കീഴ്പ്പെടുത്തി കൊടുത്തതുപോലെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അത്രയും പ്രാഗൽഭ്യമുള്ള ആളായിരുന്ന, ഇൽമ് എന്ന് പറഞ്ഞാൽ അത് വേഗത്തിൽ ഹൃദയസ്ഥമാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ കാര്യത്തിൽ അസൂയ ഉണ്ടായിരുന്നു. സാധാരണ അസൂയ ഉണ്ടാകാറുള്ളത് സമ്പത്തുള്ള ആൾക്കാരോടും അധികാരമുള്ള ആൾക്കാരോടും അസൂയ ഉണ്ടാകാറുള്ളൂ അല്ലേ? അങ്ങനല്ലേ? ഏറ്റവും കൂടുതൽ അസൂയ ആരോടാണ് ഉണ്ടാകുക? ഇപ്പോൾ ടാറ്റനോടും ബെർല പോലുള്ള കമ്പനികളൊക്കെ നമുക്ക് അസൂയ ഉണ്ടാവും. എന്താ ഇല്ലാത്ത?
നമുക്കറിയില്ലോ അല്ലേ. എന്നുവെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസി കുറച്ച് വലിയ ധനാഢ്യനാകുകയാണെങ്കിലേ അല്ലേ ഓനോടാണ് നമുക്ക് അസൂയ ഉണ്ടാക്കുക അല്ലേ. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു കുട്ടിക്ക് റാങ്ക് കിട്ടിയാൽ നമുക്കൊരു പ്രശ്നമാവില്ല. ഏതിലെങ്കിലും റാങ്ക് കിട്ടിയാൽ നമുക്ക് ഒന്നും തോന്നില്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള അയൽവാസിക്ക് റാങ്ക് കിട്ടിയാലോ ഓൻ കോപ്പി അടിച്ചായിരിക്കും അല്ലേ. ഓനല്ലെങ്കിൽ അങ്ങനെ നോക്കിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സാധനം പറയുന്നത്. അപ്പോൾ അസൂയ അടുത്ത ആൾക്കാരോട് ഉണ്ടാകുക. ഇത് ഇൽമിയായ അസൂയ അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു. അശരിയാക്കൾക്കും അതുപോലെ തന്നെ ഇൽമുൽ കലാമിൻ്റെ ആളുകൾക്കും സൂഫികൾക്കും ഒക്കെ അദ്ദേഹത്തോട് അസൂയ ഉണ്ടായിരുന്നു. ചില ആൾക്കാർ ഇപ്പോൾ അനാവശ്യമായിട്ട് ഒരുപാട് തർക്കങ്ങൾ നടത്തും. ഇപ്പോൾ ഇദ്ദേഹത്തോടും അനാവശ്യമായ ഒരുപാട് തർക്കങ്ങൾ നടത്തിയിരുന്നു. ആ തർക്കങ്ങൾ പലപ്പോഴും അസൂയാലുണ്ടാണ് തർക്കങ്ങളാണ്. ആ പണ്ഡിതനേക്കാൾ കൂടുതൽ എനിക്ക് പറയണം, അല്ലെങ്കിൽ അയാളെ മോശമാക്കിയിട്ട് എനിക്ക് നന്നാവണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ആ അസൂയയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇൽമിനോടുള്ള അവഹേളനം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, അധികകാലം ജയിലിലായിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. അതുപോലെ പിന്നെ അദ്ദേഹം ഒരു തരത്തിലുള്ള മദ്ഹബി പക്ഷപാതിത്വം ഉണ്ടായിരുന്നില്ല. ഇന്ന മദ്ഹബിൻ്റെ ആൾ എന്നുള്ള ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, അദ്ദേഹം പിന്നെ ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ സഹാബത്തിൻ്റെ ചര്യയുമൊക്കെയാണ് കൂടുതൽ അദ്ദേഹം പ്രായോഗിക രംഗത്ത് കൊണ്ടുവന്നിരുന്നത്. അദ്ദേഹം ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് അദ്ദേഹത്തോട് വെറുപ്പ് തോന്നാനുള്ള കാരണം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്, 3 പള്ളികളിലേക്കല്ലാതെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല അല്ലേ. ഏതാണ്? മസ്ജിദു ഹറാം, മസ്ജിദുൻ നബവി, ബൈത്തുൽ മഖ്ദിസ് അല്ലേ. ഈ 3 പള്ളികളിലേക്കല്ലാതെ ആ ഹദീസ് പറഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോഴാണ് മറ്റുള്ളവർ കേസ് കൊടുത്തത്. കാരണം അവർക്ക് മറ്റുള്ള ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും മറ്റ് ശിർക്കും കുഫറും ബിദഅത്തൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് കണിശമായി പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നേരെ കേസ് കൊടുത്തു. അദ്ദേഹം യഥാർത്ഥ ഇസ്ലാം അല്ല പ്രചരിപ്പിക്കുന്നത് എന്നുള്ള നിലത്ത് ഭരണാധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തു. എന്നാൽ അതൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആയിട്ടില്ല. ഞാനിനി അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളും ധാരാളം പിന്നെ ഇൽമിയായ ശ്രമങ്ങളും ത്യാഗങ്ങളും ഒക്കെ നടത്തി അദ്ദേഹം മരിക്കണ സമയത്ത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് 5000 ആൾക്കാർ എന്നുള്ളതാണ്. 5 ലക്ഷത്തിലധികം ആൾക്കാർ ജനാസ നിസ്കരിക്കാൻ വേണ്ടി പങ്കെടുത്തിരുന്നു എന്നാണ് പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ ശത്രുക്കൾ പോലും റിപ്പോർട്ട് ചെയ്തത് 5000 എന്നാണ്. അല്ല 50,000 എന്നാണ്. 5000 അല്ല, 50,000 എന്നാണ്. അപ്പം ആലോചിച്ച് നോക്കി, 5 ലക്ഷത്തിലധികം ആളുകൾ അതൊരു വല്ലാത്തൊരു ഹൈറാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പിന്നെ ചില ആളുകളുടെ പാണ്ഡിത്യം എങ്ങനെ അളക്കുക, എങ്ങനെ പാണ്ഡിത്യം അളക്കൽ, പോലെ വലിയ പ്രസംഗം കേട്ടിട്ടാ, അല്ലെങ്കിൽ വലിയ തടിച്ച ഗ്രന്ഥങ്ങൾ, അതൊക്കെ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിൻ്റെ സ്പീച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? റഹിമഹുല്ലാ അല്ലേ? ഷെയ്ഖ് ഹുസൈമി റഹിമഹുല്ലയുടെ സ്പീച്ച് കേട്ടിട്ടില്ലേ? അതുപോലെ ഷെയ്ഖ് ഇബ്ൻ ബാസ് റഹിമഹുല്ലാ, അവരൊക്കെ ശബ്ദം വലിയ രസമുണ്ടോ? നമ്മൾ യൂട്യൂബിൽ അടിച്ച ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ കിട്ടും. ഒരു രസം എനിക്കൊന്നും തോന്നുന്നില്ല, നമുക്ക് തോന്നാറില്ല. പക്ഷേ നമ്മളെത്ര നമുക്ക് പറ്റൂലെങ്കിലും കാതിനോട് ചേർത്ത് വെച്ച് ധാരാളം മണിക്കൂറുകളോളം അത് കേട്ടിരിക്കും. എന്തുകൊണ്ടാണത്? നമുക്ക് ആവശ്യമുണ്ട്, ഇൽമ് ഒലന്ന് കിട്ടുന്നുണ്ട്.
അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ധാരാളം അനുയായികളും ധാരാളം ശിഷ്യന്മാരും അതുപോലെ തന്നെ ഉണ്ടായി. നിങ്ങൾ നോക്കി, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നേരത്തെ പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ അതിശ്രേഷ്ഠനായ ആളാണ് ശംസുദ്ദീൻ ഉദ്ദഹബി റഹിമഹുല്ല, അല്ലേ? അദ്ദേഹത്തിൻ്റെ സിയറു അലാമുൻ നുബല എന്ന് പറഞ്ഞ ഗ്രന്ഥം വോള്യം കണക്കിനുള്ള ഗ്രന്ഥമാണ്, അല്ലേ? എന്താണ് അതിനുള്ള പ്രത്യേകത? ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ജീവിച്ച് മരിച്ച മുഴുവൻ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ചരിത്രം അദ്ദേഹം ക്രോഡീകരിച്ചു. മുഴുവൻ മഹാന്മാരുടെയും സീറ അദ്ദേഹം രചിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊരു പണ്ഡിതനെ അതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലല്ലേ? നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? ഇതുപോലെ ഇത്ര പ്രഗത്ഭനായ ഒരു പണ്ഡിതനെ കണ്ടില്ല. നിങ്ങൾ നോക്കി, അത്ര ആയിരക്കണക്കിന് പ്രബോധകന്മാരും പണ്ഡിതന്മാരുമായ ആളുകളുടെ ഹിസ്റ്ററി ഫുള്ളായിട്ട്, അവരുടെ വിക്കിപീഡിയ കംപ്ലീറ്റ് ഏകദേശം അദ്ദേഹം സ്വരൂപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാഗൽഭ്യം തോന്നുന്നത് ആരുടേതായിട്ടാണ് ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടേതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാമിയയാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലാമിയ അല്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബെയ്ത്ത് എന്താ പറഞ്ഞത്? ആ ബെയ്ത്താണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അൽ ഖസീദത്തു ലാമിയ. മറക്കുമോ? അതിൽ ഒന്നാമത്തെ ബെയ്ത്ത് എന്താണ്? യാ സായിലി അൻ മദ്ഹബി വ അഖീദതി, യാ സായിലി അൻ മദ്ഹബി വ അഖീദതി. യാ സായിലി എന്താണ്? ചോദ്യകർത്താവേ, ചോദിക്കുന്നവനെ. അൻ മദ്ഹബി, എൻ്റെ മദ്ഹബിനെ കുറിച്ച് ചോദിക്കുന്നവനെ. വ അഖീദത്തി, എൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ചോദിക്കുന്നവനെ. ഇതാണ് ഒന്നാമത്തെ ബെയ്ത്ത്, അല്ലേ? ഈ ബെയ്ത്തിലെ അതിൻ്റെ തുടക്കത്തിനുള്ള ഫضിൽ എന്താണെന്നറിയോ? തുടക്കത്തിനുള്ള ഫضിൽ അത് ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളതെന്നാണ്. ഖുർആൻ ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചത്. അപ്പോൾ ഇതും ബിസ്മി കൊണ്ട് ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടാവും, കുല്ലു കലാമിൻ ലാ യുബ്ദഉ ഫീഹി ബിൽഹംദുലില്ലാഹി ഫഹുവ അജ്ദം, അല്ലേ? എന്താണ്? എല്ലാ സംസാരവും ഹംദ് കൊണ്ടായിട്ടില്ലെങ്കിൽ അത് ഫലശൂന്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലേ? അപ്പോൾ നമ്മൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം എന്തൊക്കെ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സുഖാണെന്ന് പറയും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ 20 നന്മ നമുക്ക് കിട്ടുക. അൽഹംദുലില്ലാ 10 നന്മ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ 20 നന്മ കിട്ടും, അല്ലേ? 20 നന്മ കിട്ടും. അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? അപ്പോൾ 20 നന്മ പറഞ്ഞാൽ ഓരോ നന്മക്കും ഉഹദ് മലയേക്കാൾ പ്രതിഫലമാക്കി അള്ളാഹു വളർത്തി കൊണ്ടുവരും. അപ്പോൾ നിറഞ്ഞ മനസ്സോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. അപ്പോൾ അതിന് സമാനമായി ഇവിടെ യഥാർത്ഥത്തിൽ ലാ യുബ്ദഉ ഫീഹി ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കാത്തതൊക്കെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആരംഭിക്കാത്തതൊക്കെ ഫലശൂന്യമാണ്. അപ്പോൾ എപ്പോഴും ബിസ്മില്ല, എന്തും ബിസ്മില്ല, കൊടുക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും ബിസ്മില്ല, അല്ലേ? അങ്ങനെ ആകുമ്പോൾ അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് അതൊരു ബർക്കത്തായിരുന്നു, ഒരു ഫضലായിരുന്നു. എല്ലാ കാര്യത്തിലും ബിസ്മില്ല എന്ന് പറയും. ഇപ്പോൾ ഈ കവിത തുടങ്ങിയപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫضല് ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ് ഇഫ്തിതാഹ്, അതിൻ്റെ പ്രാരംഭം,
അത് ആരംഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ സമയത്തിലും ഇൽമിൽ അറിവിലും അതുപോലെ തന്നെ പഠനത്തിലും ഒക്കെ ബർക്കത്ത് ലഭിക്കണം അല്ലേ? നമ്മളെപ്പോഴും നിങ്ങൾ വിദ്യാർത്ഥികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്താണ് അറിയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഔഖാതിന. എപ്പോഴും പറയണം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഔഖാതിന. അല്ലാഹുവേ ഞങ്ങളുടെ സമയത്തിൽ നീ ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. സമയേ ആദ്യകാലത്തുള്ള ആൾക്കാർക്കും 24 മണിക്കൂറുള്ളൂ, നമുക്കും 24 മണിക്കൂറാണ്. നമുക്കിപ്പോൾ എല്ലാ കാര്യം മൊബൈലടിച്ചാൽ കിട്ടും. അവർക്ക് എത്ര കിതാബുകൾ നോക്കണം അല്ലേ? ഒരിക്കലും മൊബൈലിൽ കിതാബ് നോക്കരുത്. ആ ശീലം ഒഴിവാക്കണം. കിതാബ് ഇല്ലെങ്കിൽ ഇങ്ങനെ കോപ്പി എടുക്കണം. കോപ്പി എടുത്തിട്ടെങ്കിലും വായിച്ച് ശരിക്ക് പഠിക്കണം. എന്നാലേ നമുക്ക് അത് തഹ്ഖീഖാവുള്ളൂ. അപ്പോൾ ആര് പറഞ്ഞാലും നമുക്ക് ധൈര്യത്തോടു കൂടി പറയാം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാരോ? അത് മാറ്റിയിട്ടുണ്ടാവും, അത് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഗ്രന്ഥത്തിൽ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. മറ്റേതെന്ത് പോവും? അത് പോവും ചിലപ്പോൾ. ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി ആദ്യകാലത്ത് പറഞ്ഞതിനെതിരാണ് പിന്നെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആഖിർ കലാമുണ്ട്, അവ്വൽ കലാമുണ്ട്. അങ്ങനെ പുസ്തകം തന്നെ ക്രോഡീകരിച്ചിട്ടുണ്ട്. കമാൽ അസുയൂത്തി എന്ന് പറഞ്ഞ ഒരു ആൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 13 വർഷം മുമ്പ് അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്ര ധൈര്യമായിട്ട് പറഞ്ഞത്. അൽബാനിൻ്റെ എല്ലാ പുസ്തകങ്ങളും നോക്കിയിട്ട് ഒരാൾ അതിലുള്ള ആദ്യം സ്വഹിയാക്കി, പിന്നെ ലൈഫാക്കി, ആദ്യം ലൈഫാക്കി, പിന്നെ സ്വഹിയാക്കി, അങ്ങനെയുള്ള കുറേ ഹദീസുകൾ കാണാൻ സാധിക്കും. അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. വെറുതെ സ്വഹിയും ലൈഫാക്കലല്ല. അപ്പോൾ നമ്മളൊരു പക്ഷേ ആ സ്വഹി മാത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വഹിയായി നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറയും. അല്ലെങ്കിൽ ലൈഫ് മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ലൈഫ് മാത്രം പറയുമ്പോൾ നിങ്ങൾ പിന്നെ ഒരു സമുദ്രത്തിൻ്റെ അടുത്താണെങ്കിലും ഇസ്രാഫ് ചെയ്യരുത് എന്ന് സഅദ് റളിയല്ലാഹു അൻഹു വിശ്വാസം പറയുന്നുണ്ട്. അത് ആദ്യം ലൈഫ് എന്ന് പറഞ്ഞ ഹദീസാണ്, പിന്നെ സ്വഹിയാക്കിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ കുറേ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് തഹ്ഖീഖ് ആവണമെങ്കിൽ നമ്മൾ കിതാബ് വായിക്കണം. ഈ സമയത്തിലും ഇൽമിലും പഠനത്തിലുമൊക്കെ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ബർക്കത്ത്, അനുഗ്രഹം നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടും. അദ്ദേഹത്തിൻ്റെ ആ ബർക്കത്ത് നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടും. ഈ പുസ്തകത്തിൽ പറയേണ്ടതൊക്കെ എന്താണറിയോ? ഒന്ന്, ചിലപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ അദ്ദേഹം മറുപടി പറയും, മറുപടി എഴുതി ഉണ്ടാക്കും. അതേപോലെ ചോദിച്ചതാണ് ഇത്, യാ സാഇലി അൻ മദ്ഹബി വ അഖീദതി. അതേപോലെ ചോദിച്ചാണ് അല്ലേ? അപ്പോൾ ആ ചോദ്യത്തിന് ഇരുന്ന ഇരിപ്പ് തന്നെ മറുപടി പറയും. ഇപ്പം നിങ്ങൾ നോക്കി, ആ റിസാലത്തുൽ കീലാനിയ എന്ന് പറഞ്ഞ 20 പേജുള്ളൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്. അത് ഇരുന്ന ഇരിപ്പ് തന്നെ എഴുതിയ പുസ്തകമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ കിതാബുൽ ഹമവിയ്യ, ളുഹറിനും അസറിനും ഇടയിൽ എഴുതിയ പുസ്തകമാണത്. ളുഹറിനും അസറിനും ഇടയിൽ. നമുക്കും സമയാത്ര തന്നെ ഉള്ളൂ, അവർക്കും സമയാത്ര തന്നെ ഉള്ളൂ അല്ലേ? ആളുകൾ വർഷങ്ങളോളം മുതാല ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ, ഒരുപാട് ശറഹ് എഴുതിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് അത് എഴുതി തീർത്തു. അത് ബർക്കത്താണ്. ഏത് നഖ്ലു തഅസീസ് പോലെയുള്ള ഗ്രന്ഥം 40ഓളം വർഷം അത് പരിശോധിക്കാൻ വേണ്ടി ആളുകൾ എടുത്തു എന്നാണ് പറഞ്ഞത്. 5 വർഷം വീതം 8 പണ്ഡിതന്മാർ എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം അത്ര ഗഹനമായ വിഷയങ്ങളൊക്കെ എഴുതാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വെച്ചാലും പുസ്തകം വെച്ചാലും അവരൊക്കെ ഉയരത്തിലുണ്ടാവും.